കാസർഗോഡ് നടക്കുന്ന കല്യാണം എപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കല്യാണമല്ലേ? റഷ്യൻ സുന്ദരികൾ വരെ അണിനിരുന്ന ഒരു ഗ്രാൻഡ് കല്യാണം നടന്നു നമ്മുടെ കാസർഗോഡ്. വന്നവരൊക്കെ ഞെട്ടിപ്പോയി ഈ സെറ്റിംഗ്സ് ഒക്കെ കണ്ടപ്പോൾ. അതെ, നീല കാറ്ററേഴ്സിന്റെ ഫുഡാണ് ഈ പരിപാടിക്കുള്ളത്. കാസർഗോഡിനടുത്ത് പേരാൽ കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. നില കാറ്ററിംഗിന്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മുസ്തഫക്ക കൂടെ ഉണ്ട്. നില കാറ്ററിംഗ് ഒരു 30 വർഷത്തോളായിട്ട് ഇപ്പൊ പല സ്ഥലത്തും ഞങ്ങൾ ഓർഡർ എടുക്കാനൊക്കെ പോകുമ്പോ പാരന്റ്സിന്റെ കല്യാണം നില നടത്തിയെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം. ഞങ്ങളൊരു 5 ഫ്രണ്ട്സുകളുടെ ഒരു കൂട്ടായ സംരംഭമാണ്. ഇപ്പൊ കേരളം കേരളത്തിലായിരുന്നു, ഇപ്പം മൊത്തമായി. തുടക്കത്തില് നോർത്ത് സൈഡും സൗത്ത് സൈഡും മാത്രമേ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഓൾ കേരളയിൽ നോക്കുന്നുണ്ട്. അതിന് പുറമെ തമിഴ്നാട്, ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പം കേരളത്തിലത് നോക്കി പുറത്തത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ എവിടെയാണ്? കേരളത്തിൽ ചെയ്യാനാണോ അല്ലെങ്കിൽ ചെന്നൈ ആണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സീസണിൽ ഓരോ സ്ഥലത്ത്. അപ്പൊ ഞങ്ങളെ സ്റ്റാഫിന് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഔട്ട്സൈഡ് സ്റ്റാഫുണ്ട്. എന്നും ഒരു വർക്കുകൾ ഉണ്ടാവും. കേരളത്തിൽ വർക്ക് ഉണ്ടാകുമ്പോൾ വർക്കില്ലാതെ ആകുമ്പോൾ തമിഴ്നാട് വർക്ക് ഉണ്ടാവും. തമിഴ്നാട്ടിലെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എപ്പോഴും അവർക്ക് വർക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. കാസർഗോട്ടെ ഒരു പ്രമുഖ വ്യവസായിയായ നസീർ ഖാന്റെ വീട്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. പേരാൽ കണ്ണൂര്, കാസർഗോഡ്. ഓരോ നാടിനെയും അവിടുത്തെ ഫുഡിനും ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് സ്വീറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. ലുക്കീമത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ട്. പിന്നെ തൊട്ട സൈഡിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ്. വലിയൊരു പന്തലാണ് തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഈ പരിപാടി കൂടാൻ വന്നിട്ടുള്ളത്. ഒരുപാടെന്ന് വെച്ചാൽ ഏകദേശം 5000 കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അത്രയും ആൾക്കാരുടെ ഫുഡ് ഇവിടെ എല്ലാം സെറ്റാണ്. തൊട്ട സൈഡിൽ തന്നെ വധുവിന്റെയും വരന്റെയും എൻട്രി ഉണ്ട്. ഒരു ഗ്രാൻഡ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവരെല്ലാരും ഹാപ്പിയാണ്. ഈവന്റ് എല്ലാം ചെയ്തിട്ടുള്ളത് ക്ലാപ്പ് ഔട്ട് ഈവന്റ്സ് ആണ്. ഈവന്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ദൃശ്യ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു പരിപാടി. ഹോസ്പിറ്റാലിറ്റി, ഫോട്ടോഗ്രാഫി വരെ നല്ല രീതിയിലുള്ള സർവീസ്, ഇതൊക്കെയാണ് ഞങ്ങളെ എന്നും ഒരു പ്രശ്നമല്ല. ലൊക്കേഷൻ ഒരു പ്രശ്നമേ അല്ല. എവിടെ എത്തും സർവീസ് യാതൊരുവിധ കോംപ്രമൈസ് ക്വാളിറ്റിയിലില്ല. അതെ, പണ്ട് തൊട്ടേയുള്ള നില കാറ്ററിംഗ് ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ആൾക്കാരുടെ മനം കവർന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു സർവീസും തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. കാസർഗോട്ടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നല്ല രസമുള്ള പരിപാടി തന്നെയായിരിക്കും. കാരണം കണ്ട് നിൽക്കാൻ തോന്നിട്ടോ. കാരണം അത്രയും ആഘോഷത്തോട് കൂടിയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നീക്കുക. ഈ ആഘോഷത്തിൽ കിടിലൻ ഭക്ഷണം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ് അല്ലേ? ഡബിൾ ഹാപ്പി. ഒരുപാട് ഫ്രൂട്ട്സിനെ കൊണ്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ സെറ്റ് ആക്കിയിട്ടുണ്ട്. തൊട്ട സൈഡിൽ തന്നെ നോ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുവിധം കല്യാണത്തിനൊക്കെ കാണാറുണ്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം പൊളി തന്നെ. ഒരുപാട് ബ്രെഡ്സ് തന്നെ ഉണ്ട്. കോക്കനട്ട് പത്തലും വെള്ളയപ്പവും പ്രോൺസ് മാംഗോ കറിയും കോയിൻ പൊറോട്ടയും പിന്നെ ചിക്കൻ നീലഗിരി ഖോർമ, അതേപോലെ തന്നെ മട്ടൻ റോഗൻ ജോഷ്, ബീഫ് ഉലർത്ത്, തലശ്ശേരി ബിരിയാണി, ആംബൂർ മട്ടൻ ബിരിയാണി, പ്രോൺസ് കിഴി ബിരിയാണി, അങ്ങനെ ബിരിയാണികൾ ഒരുപാട്. പിന്നെ ടിക്ക കബാബ്സ് ഒക്കെ വേറെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ലൈവ് കൗണ്ടേഴ്സ് ഒരുപാട് ഇവർ സെറ്റാക്കി. ഇവരുടെ തന്നെ പരിപാടി ഒരു സ്ഥലത്ത് നടക്കുമ്പം അറ്റ് എ ടൈമിൽ പല പല സ്ഥലങ്ങളിലും 5 or 6 പരിപാടികളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വർക്ക് എടുത്തിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഏതോ 15 വർഷത്തോളമായി തമിഴ്നാട്ടില് സജീവമായി. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് തന്നെ കഴിഞ്ഞ ജനുവരിയില് തമിഴ്നാട്ടിലെ ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ കോൺഫറൻസ് തമിഴ്നാട്ടിലെ മുഴുവൻ മെഡിക്കൽ സ്റ്റുഡൻസിനെയും വെച്ചുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള മെഡിക്കൽ പ്രൊഫസർമാര് വന്ന് പുതിയ പുതിയ മെഡിസിൻസിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ട് അത് മാർക്കറ്റിൽ ഇറക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പരിപാടി. അത് 3 ദിവസം, ഒരു ദിവസം 7000 ആൾക്കാരുടെ ഫംഗ്ഷൻ, ഈ ഫുഡ് ഞങ്ങൾ കൊടുക്കുന്ന ടാസ്ക് ആയിരുന്നു. അങ്ങനെ 3 ദിവസം ഈ 7000 പേർക്കും ഞങ്ങളൊരു ലഞ്ച് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കൊടുക്കലായിരുന്നു ഞങ്ങൾക്ക് തന്ന ടാസ്ക്. ആ ടൈമിൽ തന്നെ ഇത് തീർക്കണം. അത് തീർക്കാൻ ഇന്ന് നില കാറ്ററിംഗിന് മാത്രമേ കഴിയുള്ളൂ എന്ന് തമിഴ്നാട് സർക്കാർ ഞങ്ങളെ ഗൂഗിൾ റൈറ്റിംഗിലും മറ്റു കാര്യങ്ങളും